കൊല്ലം സ്വദേശി മുതൽ ജർമ്മൻ സ്വദേശി വരെ കൊല്ലത്തെ മാംഗോ ഫെസ്റ്റിലുണ്ട്. 90-ലധികം മാങ്ങ ഇനങ്ങളാണ് ഈ മാംഗോ ഫെസ്റ്റിൽ അണിനിരത്തിയിട്ടുള്ളത്. കൊല്ലത്തിൻ്റെ സ്വന്തം കർഷക ബ്ലസ്സിയാണ് മാംഗോ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. തെക്കുംഭാഗം ദളവാപുരത്താണ് മാംഗോ ഫെസ്റ്റ്. നമ്മുടെ ദി ഫാം സ്റ്റോറി, നമ്മുടെ കൊല്ലത്തിൻ്റെ സ്വന്തം മാംഗോ ഫാമർ അല്ലെങ്കിൽ ഈ മാങ്ങ കർഷക എന്ന് പറയാവുന്ന 100% അവകാശപ്പെടാവുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ചവറ ദളവാപുരത്തെ നമ്മുടെ ബ്ലസ്സി ചേച്ചി. ഇപ്പോൾ ഇത് മുമ്പൊക്കെ പാലക്കാട് നിന്നും മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദേശ ഇനത്തിൽപ്പെട്ട മാങ്ങ ഇപ്പോൾ നമ്മുടെ സ്വന്തം ഈ ഭൂമിയിൽ വെച്ച് വിളവെടുപ്പ് നടത്താൻ പോവുകയാണ്. 2025 വിളവെടുപ്പ് അതുകൂടി കാണാം. ഇതാണ് വിളവെടുപ്പാണ്. ഇത് ഏതാ ഇനം? ഇത് ഹോസിയാണ്. തായ്ലൻഡ് വെറൈറ്റി. തീർന്നില്ല, ഇനി അങ്ങോട്ട് വേറെ ഇനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. നമ്മൾ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകുന്ന വലിയ സൈസ് മാങ്ങയുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് കൂടി നടത്താൻ പോവാണ്. അതേതാണ് ഇനം? നമ്മൾ വിളവെടുപ്പ് R2E2 ജംബോ റെഡ് എന്ന് പറയും. ജംബോ റെഡ് അതുകൂടി കാണാം. ഇത് നമ്മൾ ഇത് കണ്ടോ? പറിച്ചോ? ഇതാണ് ഇനം. ഇത് ഒരെണ്ണത്തിന് ഒരു 1.5-2 കിലോ വെയിറ്റ് വരും തോന്നല്ലേ? 2 കിലോ വെയിറ്റുള്ള ഇത് റെഡ് കളർ. ഇതിന് പുറത്തിന് ഒരു റെഡ് കളറിൻ്റെ ഒരു ആവരണം കൂടി ഉണ്ട്, അതുകൂടി വരും. ഇതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള നമുക്ക് നേരിട്ട് നമുക്ക് ഈ ഫാമും ഇതൊക്കെ കാണാനും കൂടി ഒരു അവസരമാണ് നമ്മുടെ പ്രിയപ്പെട്ട കർഷകയായ ബ്ലസ്സി ഇവിടെ ഈ ദളവാപുരത്ത് ഒരുക്കുന്നത്. കാണാം. മികച്ച കർഷകയ്ക്കുള്ള വിവിധ പുരസ്കാരങ്ങൾ തന്നെ തേടി വരുന്തോറും ആവേശം വാനോളമാണ് ബ്ലസ്സിക്ക്. കഴിഞ്ഞ വർഷം മാംഗോ ഫെസ്റ്റിൽ 70 ഇനങ്ങളായിരുന്നു പ്രദർശനത്തിനെങ്കിൽ ഇക്കുറി ഇത് 92 ഉയർന്നു. എന്നു മാത്രമല്ല, മാങ്ങയും ചക്ക, ബെൽ ചാമ്പയ്ക്ക, വിദേശി സ്വദേശി പഴവർഗ്ഗങ്ങളുടെ ഉൾപ്പെടെ തൈകളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും മാമ്പഴ പായസം വരെ ഈ ഫെസ്റ്റിലുണ്ട്. പെർഫ്യൂംസ് സ്മെല്ല് ചെയ്യുന്ന പോലെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാംഗോസിൻ്റെ സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് നേച്ചറിൽ നിന്ന് തന്നെ വരുന്ന ആർട്ടിഫിഷ്യൽ അല്ല. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ഇനം മാവുകളും മാന്തൈകളും മാങ്ങകളും ഒക്കെ ഇവിടെ കാണാൻ പറ്റി. അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് വന്നത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ആദ്യമായിട്ടാണ് കൊല്ലം ജില്ലയിൽ ഇതുപോലെ ഇത്രയും വിപുലമായിട്ട് അവർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫാമിൽ നിന്ന് ഇപ്പോൾ വിളവെടുത്തിട്ടുള്ളതാണ് ഈ 3 ഐറ്റവും. ഏറ്റവും നമുക്ക് വളരെ ഫേമസ് ആണ് ഇതൊക്കെ. നമ്മുടെ നാട്ടുകാരല്ല എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. വിദേശ ഇനം മാംഗോ അല്ല ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ മലയാളികളെയൊക്കെ പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ വിദേശി മാത്രമല്ല, സ്വദേശികളായ അന്യം നിന്ന് പോയ പല മാങ്ങകളും അതൊക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ കോട്ടൂർ കോണവും കിളിച്ചുണ്ടനും ഉൾപ്പെടെ അങ്ങനെ പലതും അല്ലേ? അതെ, തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് മാംഗോ ഫെസ്റ്റ്? നല്ലതായിട്ട് പോകുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇത്രയും വെറൈറ്റി കാണാൻ പറ്റുന്നല്ലോ. ഒരുപാട് പേര് കുട്ടികളെയൊക്കെ കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഈ ടേസ്റ്റ് ചെയ്യാനും എല്ലാം പറ്റുന്നുണ്ടല്ലോ. എന്താ ഈ സഹോദരിയെ കുറിച്ച് പറയാനുള്ളത്? മാംഗോ ഫാമിലിയായി മാറിയല്ലോ. അത് ഞങ്ങളുടെ പപ്പായ്ക്ക് ഒരു കൃഷിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അത് അവളായിട്ട് നിലനിർത്തി ഞങ്ങളങ്ങ് ഞാൻ പറയും എന്നും പപ്പ ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ഇവിടെ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ ഫാമിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിളവെടുപ്പൊക്കെ നടത്തി ഇവിടെ എല്ലാവർക്കും കഴിച്ചു വെക്കാൻ പറ്റുന്നുണ്ട്. ഒരു സന്തോഷമുണ്ട്. ഒപ്പം വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മത്സ്യഫെഡ് നോൺ വെജിറ്റേറിയൻ്റെ മെയിൻ ആളാണ് നമ്മുടെ മനോഹരൻ. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇത് കാണാനായിട്ട്. നമ്മുടെ മാംഗോ ഫെസ്റ്റ് നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും മാംഗോ ഫെസ്റ്റിനെ പോലുള്ള ഒരു ഫെസ്റ്റ് നടത്തുന്ന കാര്യത്തിൽ മുൻകൈ എടുത്ത ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു മഹോത്സവമായി ഈ മാംഗോ ഫെസ്റ്റിവൽ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഈ ദളവാപുരത്താണ് നമ്മുടെ പ്രിയപ്പെട്ട കർഷകയായ ബ്ലസ്സിയുടെ ഈ മാംഗോ ഫെസ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ 2025 അത് തുടരുമ്പോൾ കഴിഞ്ഞ വട്ടം 70 ഇനമായിരുന്നെങ്കിൽ ഇത്തവണ അത് 92 എത്തി. താമസിയാതെ 100 കവിയാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മുടെ ബ്ലസ്സി. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.